ഇക്കഴിഞ്ഞ ഡിസംബർ 7-ാം തീയതി കെ.സി. വേണുഗോപാൽ എം.പിയുടെ കേരളത്തിലെ ക്യാമ്പ് ഓഫീസിൽ, അതായത് ആലപ്പുഴയിലെ ക്യാമ്പ് ഓഫീസിൽ ഒരു വലിയ കൂടിക്കാഴ്ച നടന്നു. വലിയ പൊട്ടിത്തെറി നടന്നു. അത് പിന്നീടാണ് പുറത്തു വരുന്നത്. ക്രമേണ ഒരു 10 ദിവസം കഴിഞ്ഞപ്പോഴാണ് ആ വാർത്തകൾ പുറത്തു വരുന്നത്. എന്തായിരുന്നു ആ പൊട്ടിത്തെറി എന്ന് ഞാൻ പറയാം. വേറൊന്നുമല്ല, തൃശ്ശൂർ ജില്ലയിലെ കോൺഗ്രസിൻ്റെ ദൗർബല്യം. ടി.എൻ. പ്രതാപൻ, അതുപോലെ തന്നെ അവിടെയുള്ള കൺവീനറായിരുന്ന ചെയർമാനായിരുന്ന UDFിൻ്റെ ചെയർമാനായിരുന്ന എം. വിൻസെൻ്റ്, അതുപോലെ ജോൺ വള്ളൂർ DCC പ്രസിഡൻ്റായിരുന്നു. ഈ 3 നേതാക്കളും കൂടി കെ.സി. വേണുഗോപാലിനെ കാണാൻ വന്നു. കാരണം DCC അധ്യക്ഷനായി ജോസിന് വീണ്ടും വയ്ക്കണം, അതുപോലെ UDFിൻ്റെ ജില്ലാ കൺവീനർ സ്ഥാനം ഇദ്ദേഹത്തിന് വിൻസെൻറ്റിന് തിരികെ കൊടുക്കണം. ഈ അഭ്യർത്ഥനയുമായാണ് ടി.എൻ. പ്രതാപൻ വരുന്നത്. ടി.എൻ. പ്രതാപനെ നമുക്കറിയാം, പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ കെ മുരളീധരൻ്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുന്നതിന് മുന്നേ ചുമരെഴുത്ത് നടത്തി ഇലക്ഷന് മത്സരിക്കുന്നില്ല എന്ന് പരസ്യമായി പറയുമെങ്കിലും രഹസ്യമായി ചുമരെഴുത്ത് വരെ നടത്തിയ വ്യക്തിയാണ് ടി.എൻ. പ്രതാപൻ. ടി.എൻ. പ്രതാപനും വിൻസെൻറ്റും ഈ ജോസ് വള്ളൂരുമൊക്കെ ചേർന്ന് ചരട് വലിച്ചത് കൊണ്ടാണ് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി ജയിച്ചു പോയത്. കോൺഗ്രസ് ദയനീയമായി 3-ാം സ്ഥാനത്തേക്ക് പോയതെന്ന് അരി ആഹാരം കഴിക്കുന്ന ഏതൊരു മലയാളിക്കും അറിയാവുന്ന കാര്യമാണ്. അത് കോൺഗ്രസ് നേതാക്കൾക്ക് മാത്രമല്ല, ഇടതുമുന്നണിയിലെ നേതാക്കൾക്കും അറിയാം, BJPക്കാർക്കും അറിയാം. പാലം വലിച്ചത് ടി.എൻ. പ്രതാപനും ജോസും അതുപോലെ തന്നെ വിൻസെൻറ്റും ചേർന്നാണെന്ന് എല്ലാവർക്കും അറിയാം. ഈ 3 പേരും കെട്ടി എഴുന്നള്ളി കെ.സി. വേണുഗോപാലിനെ കാണാൻ വന്നു. കെ.സി. വേണുഗോപാൽ AICC ജനറൽ സെക്രട്ടറിയാണ്, സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ കണ്ട് കാര്യം പറഞ്ഞാൽ മാത്രമേ പാർട്ടിയുടെ പുനഃസംഘടന നടക്കുമ്പോൾ DCC പ്രസിഡന്റും ഈ ചെയർമാനും ഒക്കെയായി വിൻസെൻറ്റും ജോസ് വള്ളൂരും ഒക്കെ തിരികെ എത്തുകയുള്ളൂ. അതറിഞ്ഞുകൊണ്ടാണ് ഈ ടി.എൻ. പ്രതാപൻ കെ.സി. വേണുഗോപാലിനെ കാണാൻ വരുന്നത്. മറ്റ് ജില്ലയിലെ ചില പ്രമുഖ നേതാക്കളും ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു. ആ നേതാക്കളുടെ മുന്നിൽ വെച്ച് തൃശ്ശൂർ ജില്ലയിൽ നിന്ന് വന്ന ടി.എൻ. പ്രതാപനെയും വിൻസെൻറ്റിനെയും ജോസ് വള്ളൂരിനെയും ഒക്കെ കെ.സി. വേണുഗോപാൽ നിർത്തിപ്പൊരിച്ചു. അതായത് കൃത്യമായിട്ട് അടച്ച് ആക്ഷേപിച്ച് തന്നെ പറഞ്ഞു, നിങ്ങൾ 3 പേരുമാണ് തൃശ്ശൂർ ജില്ലയിലെ പാർട്ടിയുടെ ദൗർബല്യത്തിൻ്റെ പ്രധാന കാരണം. നിങ്ങൾ പ്രവർത്തിച്ചില്ല. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ കെ മുരളീധരനെ കാലുവാരാൻ ശ്രമിച്ചു. കെ മുരളീധരൻ്റെ ഒറ്റ ഔദാര്യത്തിലാണ് നിങ്ങൾ ഇന്നും ഈ പാർട്ടിയിൽ തുടരുന്നത്. കടുത്ത അച്ചടക്ക നടപടി എടുക്കരുതെന്ന് കെ മുരളീധരൻ അഭ്യർത്ഥിച്ചു. നിങ്ങൾ ചേലക്കരയിൽ എന്ത് ചെയ്തു? രമ്യ ഹരിദാസിനെ തോൽപ്പിച്ചു. ഇത് പാർട്ടിക്കറിയാം, ഹൈക്കമാൻഡിനറിയാം. എന്നിട്ടാണോ ഇങ്ങോട്ട് എഴുന്നള്ളി വന്ന് നിൽക്കുന്നത്? അതുകൊണ്ട് നാവടക്കൂ, പണിയെടുക്കൂ എന്നാണ് കെ.സി. വേണുഗോപാൽ താക്കീത് ചെയ്തത്. രമ്യ ഹരിദാസിന് വോട്ട് കുറഞ്ഞത് എവിടെയൊക്കെയാണ്? 3000 വോട്ട് PV അൻവറിൻ്റെ DMK പിടിച്ചു എന്നിരിക്കട്ടെ, അത് പോട്ടെ. മറ്റ് 400 ദളിത് കോളനികളിൽ, അതായത് ഈ SC/ST വിഭാഗം പിന്നാക്ക സംവരണ മണ്ഡലമാണ് ആയിരുന്നല്ലോ ചേലക്കര. ഈ സംവരണ മണ്ഡലത്തിൽ ഈ സംവരണം അർഹിക്കുന്ന ന്യൂനപക്ഷങ്ങൾ തിങ്ങിപ്പാർക്കുന്ന 400 സ്ഥലങ്ങളിൽ കോൺഗ്രസ് പ്രചരണം ശക്തിപ്പെടുത്തിയിരുന്നില്ല. ഞെട്ടിക്കുന്ന കണക്കല്ലേ, ഞെട്ടിക്കുന്ന സംഭവമല്ലേ? അവരെന്തുകൊണ്ട് അവിടെ പ്രചരണം നടത്തിയില്ല? ഈസിയായി ജയിച്ചു വരാൻ സാധ്യതയുള്ള രമ്യ ഹരിദാസിനെ, അതായത് പാലക്കാട് VK ശ്രീകണ്ഠനും അതുപോലെ തന്നെ ഷാഫി പറമ്പിലും ഇതൊരു അഭിമാന പോരാട്ടമായി കണ്ട് മുന്നിട്ടിറങ്ങി നിന്ന് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയും അവർ അത്രത്തോളം ഊർജ്ജസ്വലരായി പ്രവർത്തിക്കുകയും ചെയ്തത് ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ തിളക്കമാർന്ന വിജയത്തിന് അടിസ്ഥാനമായപ്പോൾ തൃശ്ശൂർ ജില്ലയിൽ പ്രവർത്തിക്കാനുള്ള ചുമതലയുണ്ടായിരുന്ന ടി.എൻ. പ്രതാപനും അതുപോലെ വിൻസെൻറ്റും ജോസ് വള്ളൂരുമൊക്കെ എന്ത് ചെയ്തു? ഉറങ്ങി, പ്രചരണത്തിന് നേതൃത്വം കൊടുത്തില്ല. ഇത് AICCയുടെ സെക്രട്ടറിയായ PV മോഹനൻ, തൃശ്ശൂർ ജില്ലയുടെ ചുമതലയുള്ള അദ്ദേഹമാണ്. അദ്ദേഹം ഇത് കണ്ടെത്തി, അദ്ദേഹം റിപ്പോർട്ട് ചെയ്തു. കെ.സി. വേണുഗോപാലിനും ഹൈക്കമാൻഡിനും റിപ്പോർട്ട് സമർപ്പിച്ചു. ഈ നേതാക്കളെ മാറ്റണം, ഈ നേതാക്കൾ ശരിയല്ല എന്ന റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് പാർട്ടിക്ക് നേതൃത്വത്തിന്. അതെല്ലാം കയ്യിൽ വെച്ചുകൊണ്ടാണ് കെ.സി. വേണുഗോപാൽ പറഞ്ഞത്, നിങ്ങൾ പ്രവർത്തിച്ചില്ല. നിങ്ങൾ പ്രവർത്തിക്കാത്തത് ഒന്നുകൊണ്ട് മാത്രമാണ് തൃശ്ശൂർ ജില്ലയിൽ കോൺഗ്രസ് ഇത്രമാത്രം തകർന്നു പോയത്. കെ കരുണാകരൻ്റെ പ്രിയപ്പെട്ട ജില്ല, കെ മുരളീധരൻ്റെ പ്രിയപ്പെട്ട ജില്ല, ഈ ജില്ലയിലാണ് കോൺഗ്രസിന് ഈ നാണംകെട്ട തോൽവികൾ ഏറ്റുവാങ്ങേണ്ടി വന്നതെന്നാണ് കെ.സി. വേണുഗോപാൽ പറഞ്ഞത്. പിന്നെ കെ.സി. വേണുഗോപാൽ ഇത് പറയുമ്പോൾ കേരള രാഷ്ട്രീയത്തിലേക്ക് അദ്ദേഹം പിടിമുറുക്കുന്നു എന്നുകൂടി നമ്മൾ കരുതണം. കാരണം കേന്ദ്രത്തിൽ മാത്രമല്ല, ഹൈക്കമാൻഡിൽ മാത്രമല്ല, മറ്റ് സ്റ്റേറ്റുകളിൽ മാത്രമല്ല, കേരളത്തിലേക്ക്. കാരണം കേരളത്തിൽ ഹരിയാനയിലെ തോൽവി, രാജസ്ഥാൻ, അതുപോലെ മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഇവിടെയൊക്കെ കോൺഗ്രസിൻ്റെ ദയനീയ പരാജയം വെച്ച് നോക്കുമ്പോൾ കോൺഗ്രസിൻ്റെ സംഘടനാ ശക്തി കുറഞ്ഞു പോകുന്നത് കെ.സി. വേണുഗോപാലിൻ്റെ കാലത്താണെന്നറിയാം. ചിലയിടങ്ങളിൽ ജയിച്ചു പോകുന്നുണ്ടെങ്കിലും ചില വിജയങ്ങൾ കിട്ടുന്നുണ്ടെങ്കിലും കെ.സി. വേണുഗോപാലിൻ്റെ പരാജയമാണെന്നറിയാം. അതുകൊണ്ട് അദ്ദേഹം ഒരു സുരക്ഷിത തുരുത്തായി കേരളത്തെ കാണുന്നുണ്ട്. കേരളത്തിലെ പുനഃസംഘടനയിൽ ഏതെങ്കിലും ഒരു കീ പോസ്റ്റിൽ കെ.സി. വേണുഗോപാൽ വന്നാൽ അതിൽ അതിശയിക്കാനൊന്നുമില്ല. കാരണം അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പറയുന്നത്, പാർട്ടി നവീകരിക്കപ്പെടണം.
ഈ തൃശ്ശൂരിൽ എന്താണ് ഈ ദ്രവിച്ചു പോകുന്ന അവസ്ഥ ഉണ്ടാകരുത്. ഇത്രയും കാലഹരണപ്പെട്ട അവസരമുണ്ടായിട്ടില്ല. അതുകൊണ്ട് TN പ്രതാപൻ, വിൻസെന്റ് ജോസ് വള്ളൂർ, നിങ്ങൾ നന്നായി പണിയെടുത്തില്ലെങ്കിൽ 6 വർഷത്തേക്ക് നിങ്ങളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്ന നടപടി വരെ എടുക്കുമെന്ന് മറ്റ് നേതാക്കളുടെ മുന്നിൽ വെച്ച് അടച്ച് ആക്ഷേപിച്ച് പടിയിറക്കി വിട്ടു. ഗെറ്റ് ഔട്ട് അടിച്ചു. TN പ്രതാപനൊക്കെ ഇത് അനുഭവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് കോൺഗ്രസിലെ ബഹുഭൂരിപക്ഷം ആളുകളും. കാരണം കെ മുരളീധരനെ പോലൊരു നേതാവിനെ തൃശ്ശൂർ മത്സരിക്കാൻ കൊണ്ടുവരുമ്പോൾ, അതായത് സുരക്ഷിത മണ്ഡലത്തിൽ നിന്ന് വടകരയിൽ നിന്ന് തൃശ്ശൂരിൽ മത്സരിപ്പിക്കാൻ കൊണ്ടുവരുമ്പോൾ അദ്ദേഹത്തെ വിജയിപ്പിക്കുക എന്ന ചുമതല, ഉത്തരവാദിത്വം തൃശ്ശൂരിലെ കോൺഗ്രസ്സുകാർക്കുണ്ടായിരുന്നു. കാരണം ജയിച്ചു പോകുമെന്ന് ഉറപ്പുള്ള സ്ഥലമാണ്. പക്ഷെ അവിടെയാണ് BJP ജയിച്ചു കയറിയത്. ആലോചിച്ച് നോക്കുക, BJP എങ്ങനെ അവിടെ ജയിച്ചു? അവരുണ്ടാക്കിയ കുത്തിത്തിരിപ്പുകളാണ് ജയത്തിന് കാരണമെന്ന് എല്ലാവർക്കും അറിയാമെങ്കിൽ പോലും BJPക്ക് അവിടെ ജയം ഉണ്ടാക്കി കൊടുത്തതിന് പിന്നിൽ CPM ഉണ്ട് എന്ന് പറയുമ്പോൾ പോലും ഈ ജയത്തിന് കോൺഗ്രസും ഒരു തരത്തിൽ സഹായം ചെയ്തു എന്ന് ഹൈക്കമാൻഡ് വിലയിരുത്തി കഴിഞ്ഞു. അതുകൊണ്ടാണ് TN പ്രതാപനെയും വിൻസെന്റിനെയും ജോസ് വള്ളൂരിനെയും KC വേണുഗോപാൽ ഗെറ്റ് ഔട്ട് അടിച്ചത്.